ലോക്സഭാ ഇലക്ഷനിലെ കേരളത്തിലെ ഫലം വിലയിരുത്തുമ്പോൾ UDF-നും LDF-നും ബദലായി NDA സഖ്യം കൂടി ഉയർന്നു വരുന്നതായി കാണാം. 11 മുതൽ 15% വരെ വോട്ട് ഷെയറിൽ നിന്നിരുന്ന അവരുടെ വോട്ട് 20% എത്തിയതും ചെറുതായി കാണാൻ സാധിക്കില്ല. കേരളത്തിൽ NDA എന്നാൽ ഇപ്പോൾ BJP മാത്രമാണ്. പിന്നെയുള്ള പ്രമുഖ ഘടകകക്ഷി BDJS ആണെങ്കിലും പ്രതീക്ഷിക്കുന്ന പിന്തുണ അവർക്കില്ലെന്ന് ഇലക്ഷൻ ഫലം വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കും. എന്നാൽ കോട്ടയത്ത് മത്സരിച്ച BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ലെങ്കിലും BDJS ആസ്ഥാനമായ തൊട്ടടുത്ത ജില്ല ആലപ്പുഴയിൽ അവിടെ മത്സരിച്ച NDA സ്ഥാനാർത്ഥിക്ക് മികച്ച മത്സരം കാഴ്ചവെക്കാനായത് അവർക്ക് ആശ്വാസമേകുന്നു. 2019 വരെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രം ജയപ്രതീക്ഷ വെച്ചിരുന്ന NDA 2024 ആകുമ്പോഴേക്കും 3-4 മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയാവുന്നതായി കാണാം. ആറ്റിങ്ങലിൽ അവരുടെ പ്രകടനവും ശ്രദ്ധേയമായിരുന്നു. ജയിച്ച UDF സ്ഥാനാർത്ഥി 1000-ൽ താഴെ മാത്രം ഭൂരിപക്ഷം നേടുമ്പോൾ അവരുമായി 15,000 വോട്ട് വ്യത്യാസം മാത്രമാണ് മൂന്നാമതെത്തിയ NDA സ്ഥാനാർത്ഥിക്കുള്ളതെന്നും കാണേണ്ടതുണ്ട്. നാളിതുവരെ സവർണ വോട്ടുകൾ മാത്രം നേടുന്ന പാർട്ടിയായി BJPയെ കണ്ടിരുന്ന എതിരാളികൾ ഇന്ന് അവരുടെ വോട്ട് ഷെയർ ആയിരുന്ന ക്രിസ്ത്യൻ ഈഴവ വോട്ടുകൾ കൂടി പെട്ടിയിലാക്കാൻ BJPക്ക് കഴിയുന്നുവെന്ന നഗ്നസത്യം കൂടി തിരിച്ചറിയുന്നു. UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന തൃശൂർ സുരേഷ് ഗോപി BJPക്കായി നേടിയെടുക്കുമ്പോൾ ആ ഭൂരിപക്ഷത്തിൽ ക്രൈസ്തവ സഭയുടെ കൂടെ നിലപാട് മാറ്റം പ്രതിഫലിക്കുന്നു. അതേപോലെ തന്നെയാണ് ആലപ്പുഴയിലും ആറ്റിങ്ങലിലും SNDP വോട്ടുകൾ BJPക്കായി പോൾ ചെയ്യപ്പെട്ടതും ഇടത് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതും. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയിലൂടെ ക്രിസ്ത്യൻ സഭകളെയും സംസ്ഥാന അധ്യക്ഷയാക്കി ശോഭാ സുരേന്ദ്രനിലൂടെ SNDPയെയും അനുകൂലമാക്കിയാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ മൂന്നാം ബദലായി NDA മാറ്റപ്പെട്ടേക്കാം.